മലപ്പുറത്ത് ചെന്നിട്ട് അവിടെ മുസ്ലിം സഹോദരന്മാർ അവരുടെ ഒരു ബഹുഭൂരിപക്ഷമുള്ള ആ ഒരു സ്ഥലത്ത് ചെന്നിട്ട് 100% അവരെ തെറ്റിദ്ധരിപ്പിക്കാനും അവരെ ഭയാക്രാന്തരാക്കുന്ന രീതിയിലുള്ള പരാമർശങ്ങൾ നടത്തുന്നത് എന്തിനാണ്? ഇവരുടെ ഈ കമ്മ്യൂണിസ്റ്റുകാരുടെ ഒരു സ്ഥിരം പ്രവർത്തന ശൈലിയുണ്ട്. അവർക്ക് ഈ ലോകത്തിൽ ആരെയും വിശ്വാസമില്ല. സ്വന്തം നിഴലിനെ പോലും ഭയപ്പെട്ട് ജീവിക്കുന്ന ഒരു പ്രത്യേക വർഗമാണ് ഈ കമ്മ്യൂണിസ്റ്റുകൾ എന്ന് പറയുന്നത്. അതങ്ങ് വലിയ സോവിയറ്റ് യൂണിയൻ മുതൽ നമ്മുടെ ഈ കൊച്ചു കേരളം വരെ അങ്ങനെയാണ്. ആൾക്കൂട്ടം കൂടുമ്പോൾ മാത്രമാണ് ഇവർക്കൊരു ധൈര്യം ഉണ്ടാകുന്നത്. അത് കഴിഞ്ഞ് ഇവർ സ്വയം ഭയപ്പെട്ട് മറ്റുള്ളവരെ ഭയപ്പെടുത്തി, അങ്ങനെ ഭയപ്പെടുത്തി ഭയത്തിൽ ജീവിക്കുന്ന ഒരു ഭീരുക്കളുടെ കൂട്ടമാണ്. ഇവ ഈ തെരഞ്ഞെടുപ്പ് എടുത്ത സമയത്ത്, തെരഞ്ഞെടുപ്പ് കുറച്ച് നാളായിട്ട് തന്നെ, ഏതാണ്ട് 1.5 പതിറ്റാണ്ടായിട്ട് തന്നെ ഇവിടുത്തെ ഈ LDF UDF കുത്തകയായിരുന്ന ഈ മുസ്ലിം വോട്ട് ബാങ്കിലേക്ക് കടന്നു കയറുക എന്നുള്ളത് ഇവരുടെ ഒരു പാർട്ടി നയമായിരുന്നു. പാലക്കാട് പ്ലീനം തൊട്ട് അവർ അതിനുള്ള ശ്രമങ്ങൾ തുടങ്ങിയതാണ്. അതിൻ്റെ അകത്ത് അവർ വലിയ ഒരു പരിധിയോളം വിജയിച്ചിട്ടുണ്ട് എന്നുള്ളതും ഒരു യാഥാർത്ഥ്യമാണ്. അതിന്റെ ഫലമായിരുന്നു 2021 ചരിത്രത്തിലാദ്യമായിട്ട് തുടർഭരണമൊക്കെ കിട്ടിയതൊക്കെ അതിൻ്റെയൊക്കെ ഒരു ഫലമായിട്ടാണ്. മുസ്ലിം ന്യൂനപക്ഷങ്ങളുടെ വലിയ ഒരു ശതമാനം വോട്ട് LDF അനുകൂലമായിട്ട് വന്നിട്ടുണ്ട്. അത് കൂടുതൽ ഉറപ്പിക്കുക എന്നുള്ളതല്ലാതെ അതിന് ഏറ്റവും പറ്റിയ മാർഗം അവരെ ഭയപ്പെടുത്തുക എന്നുള്ളതാണ്. ഇവിടെ RSSും BJPയും കേന്ദ്ര ഗവൺമെന്റും എല്ലാം കൂടെ ഈ നാട്ടിലെ ഏതാണ്ട് 20 കോടിയോളം വരുന്ന ഒരു വലിയ ജനവിഭാഗത്തിനെ ഇവിടെ നിന്നങ്ങ് നാട് കടത്താൻ പോകുന്നു. അവരുടെ പൗരത്വം ഇല്ലാതാക്കാൻ പോകുന്നു. അവരെ അവരുടെ പൗരാവകാശങ്ങൾ ഇല്ലാതാക്കാൻ പോകുന്നു. ഈ രീതിയിൽ ഉള്ള പ്രചരണത്തിന്റെ ഉദ്ദേശം അത് തന്നെയാണ്. ഇനി ഒരു കാര്യം നമുക്ക് വെറുതെ സാമാന്യ ബുദ്ധിക്ക് ആലോചിച്ചാൽ പോരെ, ഈ രാജ്യത്തെ ഇത്രയും, അതായത് ലോകത്തിലെ ഏറ്റവും വലിയ 2ാമത്തെ മുസ്ലിം ജനസംഖ്യയാണ് ഭാരതത്തിലുള്ളത്. 1ാമത്തെ രാജ്യം ഇന്തോനേഷ്യയാണ്, 2ാമത്തെ രാജ്യമാണ് ഭാരതം. അങ്ങനെ ഈ നാട്ടിലെ ഞാൻ അവരെ വിശേഷിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത് ന്യൂനപക്ഷമെന്നല്ല, ദേ ആർ ദ സെക്കൻഡ് ലാർജസ്റ്റ് മെജോറിറ്റി ഇൻ ദ കൺട്രി. അങ്ങനെ ഈ രാജ്യത്തെ ഏറ്റവും വലിയ ഒരു ജനവിഭാഗത്തിനെ ഒന്നാകെ അങ്ങനെ ഇല്ലാതാക്കാനോ ഉന്മൂലനം ചെയ്യാനോ അല്ലെങ്കിൽ അവരെ വിവേചനം കാണിക്കാനോ ഇങ്ങനെ ഒരു ജനാധിപത്യ രാജ്യത്ത് കഴിയുമോ? ആര് വിചാരിച്ചാലും അത്രയും സാമാന്യ ബുദ്ധി നമുക്കില്ലേ? പക്ഷേ ഇവർ അവരെ ഈ രീതിയിൽ ഭയപ്പെടുത്തി വെറുപ്പ് സൃഷ്ടിക്കുന്നതിൽ ഇവർ വിജയിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളതൊരു സത്യമാണത്. അത് ആ യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയാതെ പോയിട്ട് കാര്യമൊന്നുമില്ല. കാര്യം ഇതൊക്കെ എല്ലാവർക്കും ജനങ്ങൾക്ക് മനസ്സിലാകും. അങ്ങനെയൊക്കെ പറയുന്നതിൻ്റെ അത് കാര്യമൊന്നുമില്ല. പക്ഷേ ഇവർ ഈ വെറുപ്പും ഈ അവരെ മുസ്ലിം ജനസാമാന്യത്തെ വലിയൊരു വിഭാഗത്തിനെ ഭയത്തിന്റെ മുൾമുനയിൽ നിർത്തുന്നതിലും അതിൽ നിന്ന് രാഷ്ട്രീയ ലാഭം കൊയ്യുന്നതിലും ഇവർ വലിയൊരു പരിധിയോളം വിജയിച്ചിട്ടുണ്ട്. അത് നമുക്ക് ആ യാഥാർത്ഥ്യം അംഗീകരിച്ച് മാത്രമേ നമുക്ക് മുമ്പോട്ട് പോകാൻ കഴിയുകയുള്ളൂ. ഇതിന് ഒരൊറ്റ പ്രതിവിധിയേ ഉള്ളൂ. ഇതിന്റെ പ്രതിവിധി എന്ന് പറഞ്ഞാൽ ആ മുസ്ലിം ജനസാമാന്യം, സാധാരണ മുസ്ലിങ്ങൾ, ഈ നാട്ടിൽ അന്തസ്സായിട്ട് ജോലി ചെയ്തും മാനം മര്യാദയ്ക്കും ജീവിക്കുന്ന മഹാഭൂരിപക്ഷം വരുന്ന മുസ്ലിങ്ങൾ, അവർ ഈ തെറ്റിദ്ധാരണയിൽ നിന്ന് പുറത്തു വരിക എന്നുള്ളതല്ലാതെ, അതിനു വേണ്ട കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതല്ലാതെ അത് അടുത്തൊന്നും അത്ര എളുപ്പമൊന്നും നടക്കുന്ന കാര്യമൊന്നുമല്ല. കാരണം ആ മുസ്ലിം ജനവിഭാഗത്തിന്റെ ഒരു സ്ട്രക്ചർ അങ്ങനെയാണ്, വളരെ സംഘടിതമാണ്, ആ ഒരു മതബോധമുള്ളവരാണ്, ആ മതത്തിൻ്റെതായ ഒരു ചട്ടക്കൂട് വളരെ ശക്തമാണ്. അതിൻ്റെ അകത്ത് നിന്നുകൊണ്ട് അവർക്ക് ചിന്തിക്കുന്നതിനും പ്രവർത്തിക്കുന്നതിനും പരിമിതികളുണ്ട്, ആഗ്രഹമുണ്ടെങ്കിൽ പോലും. അങ്ങനെ സ്വാർത്ഥരായ ഒരു മത നേതൃത്വവും അവരെ വഴിതെറ്റിക്കുന്ന ഒരു രാഷ്ട്രീയ നേതൃത്വവുമാണ് ഈ കേരളത്തിലുള്ളത്. ഇത് രണ്ടും കൂടി ചേർന്ന് ആ മുസ്ലിം ജനസാമാന്യത്തിലെ ഉൽപ്പതിഷ്ണുക്കളായ മര്യാദക്കാരായ മഹാഭൂരിപക്ഷം വരുന്ന ജനങ്ങളെ മുഴുവൻ അവർ ഒരു തരത്തിലുള്ള ആശയപരമായ ഒരു തടവിലാക്കിയിരിക്കുക. ഇവർ പറയുന്നത് അവർക്ക് വിശ്വസിച്ചേ പറ്റൂ എന്ന ആ ഒരു നിസ്സഹായ അവസ്ഥയിലേക്ക് ഈ വിഭാഗത്തിനെ എത്തിച്ചിരിക്കുകയാണ്. അതാണ് അതിൻ്റെ യാഥാർത്ഥ്യം.
അത് കൂടുതൽ 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 ഉറപ്പിക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങളുടെ ഭാഗമായാണ് ആ മുഖ്യമന്ത്രി ഇന്ന് ഇത് പറഞ്ഞിരിക്കുന്നത്.